ഹായ് എല്ലാവർക്കും നമസ്കാരം. ഡിഗ്രി ലെവൽ സയൻസ് ആൻഡ് ടെക്നോളജി ടോട്ടൽ സിലബസ് ഒരു 4 ഭാഗങ്ങളായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതിലെ രണ്ടാമത്തെ ഭാഗമുണ്ടല്ലോ, ടെക്നോളജി ഇൻ സ്പേസ് ആൻഡ് ഡിഫൻസ്. ഈ ഭാഗം മുഴുവനായിട്ട് നമ്മളൊരു 2 ക്ലാസ് കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് തീർക്കാൻ പോവാണ്. ഈ ഒരു ക്ലാസ്സും ഇതിന് ശേഷം വരുന്ന ഒരു പാർട്ട് 2 ഉണ്ട്. അപ്പോൾ ഈ 2 ക്ലാസ് കൊണ്ട് ഫുള്ളായിട്ട് ഈ ഒരു പോർഷൻ തീരും. കോഡുകളൊന്നും ഇല്ലാതെ ഡയറക്റ്റ് ആയിട്ടാണ് നമ്മൾ ക്ലാസ് തയ്യാറാക്കിയിരിക്കുന്നത്. നിങ്ങളൊരു റാങ്ക് ഫയൽ മേടിച്ച് പഠിച്ചാൽ കിട്ടുന്ന എല്ലാ പോയിന്റുകളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ക്ലാസ് റെഡിയാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് പരീക്ഷയ്ക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന്, ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്ന ഈ ഒരു ഭാഗത്ത് നിന്ന് വരുന്ന എല്ലാ ചോദ്യങ്ങൾക്കും നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് കേട്ട് പഠിക്കുകയാണെങ്കിൽ ഉത്തരം എഴുതാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സോ മാക്സിമം നന്നായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് കേട്ട് പഠിക്കുക. ഓക്കെ, സോ എല്ലാവർക്കും ഹിയർ ദ നോട്ട്സ് PSC എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം സ്പുട്നിക് 1. ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം സ്പുട്നിക് 1. ആദ്യമായി സ്പോട്ടിൽ ചെന്ന് നിന്ന കൃത്രിമ ഉപഗ്രഹം എന്നോർത്തെ, സ്പോട്ടിൽ ചെന്ന് നിൽക്കുക. ആദ്യമായി സ്പോട്ടിൽ ചെന്ന് നിന്ന കൃത്രിമ ഉപഗ്രഹം സ്പുട്നിക് 1. സ്പോട്ടിൽ ചെന്ന് നിൽക്കുക. സ്പുട്നിക് 1 ആണ് ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം. 1957 ഒക്ടോബർ 4 സ്പുട്നിക് 1 വിക്ഷേപിച്ചത്. 1957 ഒക്ടോബർ 4. 1957 ഒക്ടോബർ 4 സ്പുട്നിക് 1 വിക്ഷേപിച്ചത്. ആറ്റോമിക് എനർജി വകുപ്പ് സ്ഥാപിതമായ വർഷം 1954. ആറ്റോമിക് എനർജി വകുപ്പ് സ്ഥാപിതമായ വർഷം 1954. ഹോമി ജെ ഭാഭയാണ് ആറ്റോമിക് എനർജി വകുപ്പിന്റെ ആദ്യ ചെയർമാൻ. ബഹിരാകാശ ഗവേഷണത്തിന് വേണ്ടി ആറ്റോമിക് എനർജി വകുപ്പ് രൂപീകരിച്ച കമ്മിറ്റിയുടെ പേരാണ് ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച്. ഇൻഗോസ്പാർ എന്ന് പറയും, INCOSPAR, ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച്. ബഹിരാകാശ ഗവേഷണം, സ്പേസ് റിസർച്ചിന് വേണ്ടി ആറ്റോമിക് എനർജി വകുപ്പ് രൂപീകരിച്ച കമ്മിറ്റി ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച്, INCOSPAR. ഓക്കെ, ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച് സ്ഥാപിതമായ വർഷം ചോദിച്ചാൽ 1962. ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച് സ്ഥാപിതമായ വർഷം 1962. രൂപീകരിച്ചത് ആറ്റോമിക് എനർജി വകുപ്പാണ്. അത് രൂപീകൃതമായ വർഷം 1962. ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ചിന്റെ ആദ്യ ചെയർമാൻ വിക്രം സാരാഭായ്. ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ചിന്റെ ആദ്യ ചെയർമാൻ വിക്രം സാരാഭായ് ആണ്. ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വിക്രം സാരാഭായ് ആണ്. ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രത്തിന്റെ പിതാവ് വിക്രം സാരാഭായ്. ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ചിന്റെ ആദ്യ ചെയർമാൻ വിക്രം സാരാഭായ്. ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രത്തിന്റെ പിതാവ് വിക്രം സാരാഭായ്. അന്തരീക്ഷ പരീക്ഷണങ്ങൾക്കും ശാസ്ത്രീയ ഉപകരണങ്ങളെ വഹിച്ചുകൊണ്ടുപോകുന്നതിനുമായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള പ്രത്യേകതരം റോക്കറ്റുകളാണ് സൗണ്ടിംഗ് റോക്കറ്റ്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക, സൗണ്ടിംഗ് റോക്കറ്റ്. അന്തരീക്ഷ പരീക്ഷണങ്ങൾക്കും അതുപോലെ ശാസ്ത്രീയ ഉപകരണങ്ങളെ വഹിച്ചുകൊണ്ട് പോകുന്നതിനുമായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള പ്രത്യേക റോക്കറ്റാണ് സൗണ്ടിംഗ് റോക്കറ്റ്. ഭൂമിയുടെ അയണോസ്ഫിയറിന്റെ മധ്യരേഖാ പ്രദേശത്ത് കിഴക്കോട്ടൊഴുകുന്ന വൈദ്യുതധാരയുടെ ഇടുങ്ങിയ റിബൺ അറിയപ്പെടുന്നത് ഇക്വറ്റോറിയൽ ഇലക്ട്രോൺ ജെറ്റ് എന്നതാണ്. ഇക്വറ്റോറിയൽ ഇലക്ട്രോൺ ജെറ്റ് അതെന്തെന്ന് വെച്ചാൽ, ഭൂമിയുടെ ഈ അയണോസ്ഫിയറിന്റെ മധ്യരേഖാ പ്രദേശത്ത് ഒരു ഇലക്ട്രിക്കൽ ഫ്ലോ ഉണ്ട്. അതിനെയാണ് ഈ ഇക്വറ്റോറിയൽ ഇലക്ട്രോൺ ജെറ്റ് എന്ന് പറയുന്നത്. ഭൂമിയുടെ അയണോസ്ഫിയറിന്റെ മധ്യരേഖാ പ്രദേശത്ത് കിഴക്കോട്ടൊഴുകുന്ന വൈദ്യുതധാരയുടെ ഇടുങ്ങിയ റിബൺ അല്ലെങ്കിൽ ഇടുങ്ങിയ റിബൺ പോലെ ഒഴുകുന്ന വൈദ്യുതധാരയാണ് ഇക്വറ്റോറിയൽ ഇലക്ട്രോൺ ജെറ്റ് എന്ന് പറയുന്നത്. ഇക്വറ്റോറിയൽ ഇലക്ട്രോൺ ജെറ്റ് എന്നോട് പറയാം. ഭൂമിയുടെ അയണോസ്ഫിയറിന്റെ മധ്യരേഖാ പ്രദേശത്ത് കിഴക്കോട്ടൊഴുകുന്ന റിബൺ പോലെയുള്ള വൈദ്യുതധാരയാണ് ഇക്വറ്റോറിയൽ ഇലക്ട്രോൺ ജെറ്റ്. തുമ്പ ഇക്വറ്റോറിയൽ ഇലക്ട്രോൺ ജെറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ TERLS സ്ഥാപിതമായ വർഷം 1962. തുമ്പ ഇക്വറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ TERLS എന്നോട് പറയാം. തുമ്പ ഇക്വറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ TERLS സ്ഥാപിതമായ വർഷം 1962. ഓക്കെ, തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം വിക്രം സാരാഭായ് സ്പേസ് സെന്റർ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ട വർഷം 1972. ഓർത്തിരിക്കുക, തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം വിക്രം സാരാഭായ് സ്പേസ് സെന്റർ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ട വർഷം 1972. തുമ്പ ഇക്വറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ സ്ഥാപിതമായത് 1962. ഓക്കെ, മെക്ക ഓഫ് റോക്കറ്റ് സയൻസ് ഇൻ ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഈ TERLS ആണ്. തുമ്പ ഇക്വറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ. സെന്റ് മേരീസ് മഗ്ദലൈൻ ചർച്ച് എന്ന് ചിലപ്പോൾ ഓപ്ഷനിൽ കാണാം.
TERLS സ്ഥാപിക്കുന്നതിനായി വിട്ടുകൊടുത്ത പള്ളിയാണ് ഈ സെൻറ്റ് മേരീസ് മഗ്ദലൈൻ ചർച്ച്. ഇന്നിതൊരു സ്പേസ് മ്യൂസിയമാണ്. TERLS സ്ഥാപിക്കുന്നതിനായി വിട്ടുകൊടുത്ത പള്ളിയാണ് സെൻറ്റ് മേരീസ് മഗ്ദലൈൻ ചർച്ച്. ഇന്നിതൊരു സ്പേസ് മ്യൂസിയമാണ്. TERLSൽ നിന്നും വിക്ഷേപിച്ച ആദ്യ റോക്കറ്റ് അല്ലെങ്കിൽ സൗണ്ടിങ് റോക്കറ്റ് ഏത് എന്ന് ചോദിച്ചാൽ നൈക് അപ്പാച്ചെ. TERLSൽ നിന്നും വിക്ഷേപിച്ച ആദ്യ റോക്കറ്റ് നൈക് അപ്പാച്ചെ. TERLSൽ നിന്നും വിക്ഷേപിച്ച ആദ്യ റോക്കറ്റ് നൈക് അപ്പാച്ചെ. നൈക് അപ്പാച്ചെ വിക്ഷേപിച്ച വർഷം 1963 നവംബർ 21. നൈക് അപ്പാച്ചെ വിക്ഷേപിച്ച വർഷം 1963 നവംബർ 21. 1963 നവംബർ 21. നൈക് അപ്പാച്ചെ തന്ന് സഹായിച്ച രാജ്യം USA ആണ്. നൈക് അപ്പാച്ചെ തന്ന് സഹായിച്ച രാജ്യം USA ആണെന്ന് അറിഞ്ഞിരിക്കുക. നൈക് അപ്പാച്ചെ തന്ന് സഹായിച്ച രാജ്യം USA. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യ റോക്കറ്റ് അല്ലെങ്കിൽ സൗണ്ടിങ് റോക്കറ്റ് ഏത് എന്ന് ചോദിച്ചാൽ RH-75 അല്ലെങ്കിൽ റോഹിണി സറൗണ്ടിങ് ഫാമിലി. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യ റോക്കറ്റ് ഏത് എന്ന് ചോദിച്ചാൽ RH-75 ആണ് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യ റോക്കറ്റ്. RH-75 വിക്ഷേപിച്ച വർഷം 1967. 1967ലാണ് RH-75 വിക്ഷേപിച്ചത്. RH-75 വിക്ഷേപിച്ച വർഷം 1967. TERLS ഐക്യരാഷ്ട്രസഭയ്ക്ക് സമർപ്പിച്ച വർഷം ഏത് എന്ന് ചോദിച്ചാൽ 1968. TERLS ഐക്യരാഷ്ട്രസഭയ്ക്ക് സമർപ്പിച്ച വർഷം 1968. 1968 ഫെബ്രുവരി 2 TERLS ഐക്യരാഷ്ട്രസഭയ്ക്ക് സമർപ്പിച്ചത്. തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഐക്യരാഷ്ട്രസഭയ്ക്ക് സമർപ്പിച്ച പ്രധാനമന്ത്രി ആര് എന്ന് ചോദിച്ചാൽ ഇന്ദിരാഗാന്ധിയാണ്. ഇത് സമർപ്പിച്ച പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. 1968 ആണല്ലോ, സോ ഇന്ദിരാഗാന്ധി. ബഹിരാകാശ വകുപ്പ്, ബഹിരാകാശ കമ്മീഷൻ ഇവ സ്ഥാപിതമായ വർഷം 72. 1972ലാണ് ബഹിരാകാശ വകുപ്പ്, ബഹിരാകാശ കമ്മീഷൻ എന്നിവ സ്ഥാപിതമായത്. 1972ലാണ് ബഹിരാകാശ വകുപ്പ്, ബഹിരാകാശ കമ്മീഷൻ ഇവ സ്ഥാപിതമായത് എന്ന് ഓർത്തിരിക്കുക. ISRO സാറ്റലൈറ്റ് സെന്റർ സ്ഥാപിതമായ വർഷം 1972. ISRO സാറ്റലൈറ്റ് സെന്റർ ആണ്. ISRO സാറ്റലൈറ്റ് സെന്റർ സ്ഥാപിതമായ വർഷം 1972. ISAC സ്ഥിതി ചെയ്യുന്നത് ബാംഗ്ലൂരുവിലാണ്. ISAC സ്ഥിതി ചെയ്യുന്നത് ബാംഗ്ലൂരു. ISRO സാറ്റലൈറ്റ് സെന്റർ സ്ഥാപിതമായത് 1972. ISAC സ്ഥിതി ചെയ്യുന്നത് ബാംഗ്ലൂരുവിലാണെന്ന് അറിഞ്ഞിരിക്കുക. ISRO സാറ്റലൈറ്റ് സെന്റർ 1972. എന്നാൽ ISRO സ്ഥാപിതമായ വർഷം 1969 ഓഗസ്റ്റ് 15. 1969 ഓഗസ്റ്റ് 15നാണ് ISRO സ്ഥാപിതമായത്. 1969 ഓഗസ്റ്റ് 15. ISROയുടെ ആസ്ഥാനം ബാംഗ്ലൂരുവിലെ അന്തരീക്ഷ് ഭവനാണ്. ISROയുടെ ആസ്ഥാനം ബാംഗ്ലൂരുവിലെ അന്തരീക്ഷ് ഭവൻ. ISRO ബഹിരാകാശ വകുപ്പിന് കീഴിലായ വർഷം ഏത് എന്ന് ചോദിച്ചാൽ 1972. ബഹിരാകാശ വകുപ്പ്, ബഹിരാകാശ കമ്മീഷൻ ഇവ സ്ഥാപിതമായ വർഷം 72 എന്ന് പറഞ്ഞു. ISRO ബഹിരാകാശ വകുപ്പിന് കീഴിലായ വർഷവും 1972 ആണ്. ISROയുടെ ആസ്ഥാനം ബാംഗ്ലൂരുവിലെ അന്തരീക്ഷ് ഭവൻ. ISRO സ്ഥാപിതമായ വർഷം 1969 ഓഗസ്റ്റ് 15. ഇന്ത്യയിലെ രണ്ടാമത്തെ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം, അതുപോലെ ഇന്ത്യയുടെ ബഹിരാകാശ തുറമുഖം എന്നൊക്കെ അറിയപ്പെടുന്നത് ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയാണ്. ഇന്ത്യയിലെ രണ്ടാമത്തെ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം, അതുപോലെ ഇന്ത്യയുടെ ബഹിരാകാശ തുറമുഖം. ഇന്ത്യയിലെ രണ്ടാമത്തെ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം ശ്രീഹരിക്കോട്ട, അതുപോലെ തന്നെ ഇന്ത്യയുടെ ബഹിരാകാശ തുറമുഖവും ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ട തന്നെയാണെന്ന് അറിഞ്ഞിരിക്കുക. ഈ സതീഷ് ധവാൻ സ്പേസ് സെന്റർ സ്ഥാപിതമായ വർഷം ചോദിക്കാം. അത് 1971 സതീഷ് ധവാൻ സ്പേസ് സെന്റർ സ്ഥാപിതമായ വർഷം 1971. സതീഷ് ധവാൻ സ്പേസ് സെന്റർ സ്ഥാപിതമായത് 1971. അത് ശ്രീഹരിക്കോട്ടയിലാണ്. സതീഷ് ധവാൻ സ്പേസ് സെന്റർ എന്ന് പുനർനാമകരണം ചെയ്ത വർഷം ഏത് എന്ന് ചോദിച്ചാൽ 2002. സതീഷ് ധവാൻ സ്പേസ് സെന്റർ എന്ന് പുനർനാമകരണം ചെയ്ത വർഷം 2002. ഓർത്തിരിക്കുക, സതീഷ് ധവാൻ സ്പേസ് സെന്റർ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടത് 2002ലാണ്. കേപ്പ് കെനഡി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് സതീഷ് ധവാൻ സ്പേസ് സെന്റർ ആണ്. കേപ്പ് കെനഡി ഓഫ് ഇന്ത്യ, സതീഷ് ധവാൻ സ്പേസ് സെന്റർ. കേപ്പ് കെനഡി ഓഫ് ഇന്ത്യ, സതീഷ് ധവാൻ സ്പേസ് സെന്റർ. സതീഷ് ധവാൻ സ്പേസ് സെന്ററിനടുത്ത് സ്ഥിതി ചെയ്യുന്ന തടാകമാണ് പുലിക്കട്ട് തടാകം. പുലിക്കട്ട് തടാകം സ്ഥിതി ചെയ്യുന്നത് സതീഷ് ധവാൻ സ്പേസ് സെന്ററിനടുത്താണ്. സതീഷ് ധവാൻ സ്പേസ് സെന്ററിനടുത്ത് സ്ഥിതി ചെയ്യുന്ന തടാകം ഏതെന്ന് ചോദിച്ചാൽ ഓർത്തിരിക്കുക, പുലിക്കട്ട് തടാകം. ഇന്ത്യയുടെ മിസൈൽ പരീക്ഷണ കേന്ദ്രമാണ് വീലർ ദ്വീപ്. ഒഡീഷയിലെ വീലർ ഐലൻഡ്. ഒഡീഷയിലെ വീലർ ദ്വീപാണ് ഇന്ത്യയുടെ മിസൈൽ പരീക്ഷണ കേന്ദ്രം. ഇന്ത്യയുടെ മിസൈൽ പരീക്ഷണ കേന്ദ്രമാണ് വീലർ ദ്വീപ്, ഒഡീഷ. ഭൗമോപരിതലത്തിലെ ദൃശ്യങ്ങൾ പകർത്തുന്നതിനായി ISRO വികസിപ്പിച്ചെടുത്ത സോഫ്റ്റ്വെയർ ആണ് ഭുവൻ.
ഭൗമോപരിതലത്തിലെ ദൃശ്യങ്ങൾ പകർത്തുന്നതിനായി ISRO വികസിപ്പിച്ചെടുത്ത സോഫ്റ്റ്വെയർ ഭുവൻ. ഓർത്തിരിക്കുക, ഭൗമോപരിതലത്തിലെ ദൃശ്യങ്ങൾ പകർത്തുന്നതിനായി ISRO വികസിപ്പിച്ചെടുത്ത സോഫ്റ്റ്വെയർ ആണ് ഭുവൻ. NRSA നാഷണൽ റിമോട്ട് സെൻസിംഗ് ഏജൻസി ഇത് സ്ഥാപിതമായത് 1974 സെപ്റ്റംബർ 2. നാഷണൽ റിമോട്ട് സെൻസിംഗ് ഏജൻസി സ്ഥാപിതമായത് 1974 സെപ്റ്റംബർ 2. നാഷണൽ റിമോട്ട് സെൻസിംഗ് ഏജൻസി സ്ഥാപിതമായത് 1974 സെപ്റ്റംബർ 2. നാഷണൽ റിമോട്ട് സെൻസിംഗ് ഏജൻസി നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്റർ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ട വർഷം 2008 സെപ്റ്റംബർ 1. 2008 സെപ്റ്റംബർ 1 നാഷണൽ റിമോട്ട് സെൻസിംഗ് ഏജൻസി നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്റർ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടത്. നാഷണൽ റിമോട്ട് സെൻസിംഗ് ഏജൻസി സ്ഥാപിതമായ വർഷം ചോദിച്ചാൽ 1974. നാഷണൽ റിമോട്ട് സെൻസിംഗ് ഏജൻസി നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്റർ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ട വർഷം 2008. ആദ്യത്തേത് സെപ്റ്റംബർ 2, ഇത് സെപ്റ്റംബർ 1. നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ ഹൈദരാബാദിലാണ്. നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദിലാണെന്ന് ഓർത്തിരിക്കുക. നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദ്. ക്രാഡിൽ ഓഫ് സ്പേസ് സയൻസ് ഇൻ ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി. ക്രാഡിൽ ഓഫ് സ്പേസ് സയൻസ് ഇൻ ഇന്ത്യ ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി. ക്രാഡിൽ ഓഫ് സ്പേസ് സയൻസ് ഇൻ ഇന്ത്യ ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി. ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി സ്ഥാപിതമായ വർഷം 1947. ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി സ്ഥാപിതമായ വർഷം 1947. നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടിയ വർഷം. സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ തൊട്ടാണ് ഫിസിക്കലായിട്ട് റിസർച്ച് ചെയ്യാനുള്ള ഫ്രീഡം നമുക്ക് കിട്ടിയത് എന്ന് ഓർത്താൽ മതി. ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി സ്ഥാപിതമായ വർഷം 1947. ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറിയുടെ സ്ഥാപകൻ ഡോക്ടർ വിക്രം സാരാഭായ്. ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറിയുടെ സ്ഥാപകൻ ഡോക്ടർ വിക്രം സാരാഭായ്. നമ്മുടെ സിനിമാ നടൻ വിക്രമല്ലേ ഏറ്റവും കൂടുതൽ ഈ ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷനൊക്കെ നടത്തുന്ന സിനിമകൾക്ക് വേണ്ടി. സോ ഫിസിക്കൽ റിസർച്ച് ഏറ്റവും കൂടുതൽ നടത്തിയത് വിക്രമാണ് എന്നൊക്കെ ഓർത്താൽ ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറിയുടെ സ്ഥാപകൻ വിക്രം സാരാഭായ്. ഐ എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടി, മന്യൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടിയൊക്കെ പുള്ളി ഭാരം കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്തില്ലേ വിക്രം. അപ്പോൾ അങ്ങനെയൊക്കെ ചുമ്മാ ചെറുതായിട്ട് കണക്ട് ചെയ്ത് പോവുക. ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറിയുടെ സ്ഥാപകൻ വിക്രം സാരാഭായ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി സ്ഥാപിതമായ വർഷം 2007. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി 2007. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി 2007. IIST അല്ലെങ്കിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി ഉദ്ഘാടനം ചെയ്തത് G. മാധവൻ നായരാണ്. അത് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്തെ വലിയ മലയിലാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി സ്ഥാപിതമായത് 2007, ഉദ്ഘാടനം ചെയ്തത് മാധവൻ നായർ, സ്ഥിതി ചെയ്തത് വലിയ മല, തിരുവനന്തപുരം. ഒന്നുകൂടെ പറയാം, സ്ഥാപിതമായത് 2007, ഉദ്ഘാടനം ചെയ്തത് മാധവൻ നായർ, സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വലിയ മല. സാറ്റലൈറ്റ് ഇൻസ്ട്രക്ഷണൽ ടെലിവിഷൻ എക്സ്പെരിമെൻറ്റ് SITE നടപ്പിലാക്കിയ വർഷം 1975 മുതൽ 76 വരെ. 1975 ജനുവരി 1 മുതൽ 1976 ജനുവരി 1 വരെയാണ്. SITE സാറ്റലൈറ്റ് ഇൻസ്ട്രക്ഷൻ ടെലിവിഷൻ എക്സ്പെരിമെൻറ്റ്. സാറ്റലൈറ്റ് ഇൻസ്ട്രക്ഷൻ ടെലിവിഷൻ എക്സ്പെരിമെൻറ്റ് SITE നടപ്പിലാക്കിയത് 1975 മുതൽ 76 വരെ. ലോകത്തിലെ ഏറ്റവും വലിയ സോഷ്യോളജിക്കൽ എക്സ്പെരിമെൻ്റാണ് സാറ്റലൈറ്റ് ഇൻസ്ട്രക്ഷണൽ ടെലിവിഷൻ എക്സ്പെരിമെൻറ്റ്. സാറ്റലൈറ്റ് ഇൻസ്ട്രക്ഷണൽ ടെലിവിഷൻ എക്സ്പെരിമെൻറ്റ് ലോകത്തിലെ ഏറ്റവും വലിയ സോഷ്യോളജിക്കൽ എക്സ്പെരിമെൻ്റ് ആണ് എന്നറിഞ്ഞിരിക്കുക. ലോകത്തിലെ ഏറ്റവും വലിയ സോഷ്യോളജിക്കൽ എക്സ്പെരിമെൻറ്റ് സാറ്റലൈറ്റ് ഇൻസ്ട്രക്ഷണൽ ടെലിവിഷൻ എക്സ്പെരിമെൻറ്റ്. 6 സംസ്ഥാനങ്ങളും 2400 വില്ലേജുകളും ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി. 6 സംസ്ഥാനങ്ങളും 2400 വില്ലേജുകളും. ലോകത്തിലെ ഏറ്റവും വലിയ സോഷ്യോളജിക്കൽ എക്സ്പെരിമെൻറ്റ് സാറ്റലൈറ്റ് ഇൻസ്ട്രക്ഷണൽ ടെലിവിഷൻ എക്സ്പെരിമെൻറ്റ്. SITE ഉപയോഗിച്ച ഉപഗ്രഹമാണ് അല്ലെങ്കിൽ ഇതിനുപയോഗിച്ച ഉപഗ്രഹമാണ് ATS-6. SITE ഉപയോഗിച്ച ഉപഗ്രഹം ATS-6, അമേരിക്കൻ ആപ്ലിക്കേഷൻ ടെക്നോളജി സാറ്റലൈറ്റ്. SITE ഉപയോഗിച്ച ഉപഗ്രഹം ATS-6. ഓർത്തിരിക്കുക, ATS-6. ഇന്ത്യയുടെ ആദ്യ പരീക്ഷണ ഉപഗ്രഹമാണ് ആര്യഭട്ട. 1975 ആര്യഭട്ട വിക്ഷേപിച്ചത്. ഇന്ത്യയുടെ ആദ്യ പരീക്ഷണ ഉപഗ്രഹം ആര്യഭട്ട 1975 ആര്യഭട്ട
വിക്ഷേപിച്ചത്. സാറ്റലൈറ്റ് ടെലികമ്മ്യൂണിക്കേഷൻ എക്സ്പെരിമെൻറ്റ് പ്രോജക്റ്റ് സ്റ്റെപ്പ് നടപ്പിലാക്കിയ എൻ്റെ അബ്രിവേഷനാണ് സ്റ്റെപ്പ്. സാറ്റലൈറ്റ് ടെലികമ്മ്യൂണിക്കേഷൻ എക്സ്പെരിമെൻറ്റ് പ്രോജക്റ്റ് സ്റ്റെപ്പ് നടപ്പാക്കിയ വർഷം 1977-79 ജനുവരി 1 1977 മുതൽ ജനുവരി 1 1979 വരെ. സ്റ്റെപ്പ് നടപ്പാക്കിയ വർഷം 1977 മുതൽ 79 വരെ. സ്റ്റെപ്പ് നടപ്പിലാക്കിയ സ്ഥാപനം ISROയും പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫ് വകുപ്പും ചേർന്നാണ്. സാറ്റലൈറ്റ് ടെലികമ്മ്യൂണിക്കേഷൻ എക്സ്പെരിമെൻറ്റ് പ്രോജക്റ്റ് അഥവാ സ്റ്റെപ്പ് നടപ്പിലാക്കിയ സ്ഥാപനം ISROയും പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫുമാണ് സ്റ്റെപ്പ് നടപ്പിലാക്കിയത്. ഇന്ത്യയുടെ ആദ്യ ഭൗമ നിരീക്ഷണ ഉപഗ്രഹം അല്ലെങ്കിൽ രണ്ടാമത്തെ ഭൗമ നിരീക്ഷണ ഉപഗ്രഹം എന്നൊക്കെ ചോദിച്ചാൽ ഭാസ്കര 1 ആണ്. ഇന്ത്യയുടെ ആദ്യ ഭൗമ നിരീക്ഷണ ഉപഗ്രഹം ഭാസ്കര 1. ഇതൊക്കെയായി ബന്ധപ്പെട്ട് കോഡൊക്കെ വെച്ച് നമ്മൾ മറ്റേ 100 ഡിഗ്രി ലെവൽ ഫാക്സിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർ കണ്ടു നോക്കാം, നിങ്ങൾക്ക് കോഡൊക്കെ കിട്ടുന്നതാണ്. ഇന്ത്യയുടെ ആദ്യ ഭൗമ നിരീക്ഷണ ഉപഗ്രഹം ഭാസ്കര 1. ഭാസ്കര 1 വിക്ഷേപണത്തിന് സഹായിച്ച രാജ്യം സോവിയറ്റ് യൂണിയനാണ്. ഭാസ്കര 1 വിക്ഷേപണത്തിന് സഹായിച്ച രാജ്യം സോവിയറ്റ് യൂണിയൻ. ഭാസ്കര 1 വിക്ഷേപണത്തിന് സഹായിച്ച രാജ്യം സോവിയറ്റ് യൂണിയൻ. ഭാസ്കര 1 വിക്ഷേപിച്ച വർഷം 1979 ജൂൺ 7. ഭാസ്കര 1 വിക്ഷേപിച്ച വർഷം 1979 ജൂൺ 7. ഈ വർഷവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കോഡുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ക്ലാസ് കണ്ടവർക്ക് അത് സിമ്പിളായിട്ട് ഓർമ്മ കാണുമായിരിക്കും. ഇപ്പോൾ നമ്മൾ ഡയറക്റ്റ് പറഞ്ഞു പോവുകയാണ്. ഭാസ്കര 1 വിക്ഷേപിച്ച വർഷം 1979 ജൂൺ 7. ഇന്ത്യ വികസിപ്പിച്ച ആദ്യ വിക്ഷേപണ വാഹനം ഏത് എന്ന് ചോദിച്ചാൽ SLV-3 ആണ്. ഇന്ത്യ വികസിപ്പിച്ച ആദ്യ വിക്ഷേപണ വാഹനം SLV-3. ഇന്ത്യ വികസിപ്പിച്ച ആദ്യ വിക്ഷേപണ വാഹനം SLV-3. SLV-3 വിക്ഷേപിച്ച വർഷം ചോദിച്ചാൽ 1979 ഓഗസ്റ്റ് 10. 1979 ഓഗസ്റ്റ് 10. ഇതൊരു പരാജയമായിരുന്നു. SLV-3 വിക്ഷേപിച്ച വർഷം 1979 ഓഗസ്റ്റ് 10. SLV-3 എന്നാൽ വിജയകരമായി വിക്ഷേപിച്ച വർഷം 1980 ആണ്. 1980 ജൂലൈ 18. 1980 ജൂലൈ 18 SLV-3 വിജയകരമായി വിക്ഷേപിച്ചത്. SLV-3യുടെ സഹായത്തോടെ ബഹിരാകാശത്ത് എത്തിച്ച ഉപഗ്രഹം ഏതെന്ന് ചോദിച്ചാൽ RS-1 ആണ്. SLV-3യുടെ സഹായത്തോടെ ബഹിരാകാശത്ത് എത്തിച്ച ഉപഗ്രഹമാണ് RS-1. SLV-3യുടെ സഹായത്തോടെ ബഹിരാകാശത്ത് എത്തിച്ച ഉപഗ്രഹം RS-1. ഇന്ത്യ വിക്ഷേപിച്ച ആദ്യ ഉപഗ്രഹം, ഇന്ത്യയുടെ വിക്ഷേപണ വാഹനത്തിൻ്റെ സഹായത്താൽ ഇന്ത്യ വിക്ഷേപിച്ച ആദ്യ ഉപഗ്രഹം എന്ന് ചോദിച്ചാൽ അത് RS-1 ആണ്. ഇന്ത്യയുടെ ആദ്യ വാർത്താവിനിമയ ഉപഗ്രഹം ഏത് എന്ന് ചോദിച്ചാൽ ആപ്പിൾ ആണ്. ഏരിയൻ പാസഞ്ചർ പേലോഡ് എക്സ്പെരിമെൻറ്റ്. ഇന്ത്യയുടെ ആദ്യ വാർത്താവിനിമയ ഉപഗ്രഹം ആപ്പിൾ ആണ്. ഏരിയൻ പാസഞ്ചർ പേലോഡ് എക്സ്പെരിമെൻറ്റ്. ഇന്ത്യയുടെ ആദ്യ വാർത്താവിനിമയ ഉപഗ്രഹം ആപ്പിൾ വിക്ഷേപിച്ച വർഷം 1981 ജൂൺ 19. ആപ്പിൾ വിക്ഷേപിച്ചത് 1981 ജൂൺ 19. SLV റോക്കറ്റുകളുടെ ശേഷി 40 കിലോഗ്രാമാണ്. SLV റോക്കറ്റുകളുടെ ശേഷി 40 കിലോഗ്രാമാണെന്ന് അറിഞ്ഞിരിക്കുക. ആപ്പിൾ വിക്ഷേപിച്ച വർഷം 1981 ജൂൺ 19. SLV റോക്കറ്റുകളുടെ ശേഷി 40 കിലോഗ്രാം. ഇന്ത്യ വിക്ഷേപിച്ച രണ്ടാമത്തെ വിക്ഷേപണ വാഹനമാണ് ASLV ഓഗ്മെന്റഡ് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ. SLV എന്നുള്ളത് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ എന്ന് നമുക്ക് ഓർത്തിരിക്കാം. അതിനോട് എയുടെ വരുമ്പം ഓഗ്മെന്റഡ് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ, അതാണ് ASLV. ഇന്ത്യ വിക്ഷേപിച്ച രണ്ടാമത്തെ വിക്ഷേപണ വാഹനം. ASLV ഓഗ്മെന്റഡ് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ. ASLV വിക്ഷേപിച്ച വർഷം 1987. ASLV റോക്കറ്റുകളുടെ ശേഷി 150 കിലോഗ്രാം. ASLV വിക്ഷേപിച്ച വർഷം 1987. ASLV റോക്കറ്റുകളുടെ ശേഷി 150 കിലോഗ്രാം. ഒന്നുകൂടെ പറയാം, ASLV വിക്ഷേപിച്ച വർഷം 1987. ASLV റോക്കറ്റുകളുടെ ശേഷി 150 കിലോഗ്രാം. PSLV വിക്ഷേപിച്ച വർഷം, പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ വിക്ഷേപിച്ച വർഷം 1994 PSLV പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ വിക്ഷേപിച്ചത്. 1994 പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ വിക്ഷേപിച്ചു. 1500 കിലോഗ്രാം അല്ലെങ്കിൽ 1425 കിലോഗ്രാമാണ് PSLV റോക്കറ്റുകളുടെ ശേഷി. 1500 അല്ലെങ്കിൽ 1425 കിലോഗ്രാം. ഓപ്ഷൻ അനുസരിച്ച് ഉത്തരം എഴുതുക. PSLV റോക്കറ്റുകളുടെ ശേഷി 1500 കിലോഗ്രാം അല്ലെങ്കിൽ 1425 കിലോഗ്രാം. ASLVയുടെ എത്രയാണ്? അത് 150 കിലോഗ്രാം. ജിയോ സിങ്ക്രണസ് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ
GSLV വിക്ഷേപിച്ച വർഷം 2001 GSLV വിക്ഷേപിച്ചത് 2001. ജിയോ സിങ്ക്രണസ് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ വിക്ഷേപിച്ചത് 2001. GSLV Mark 1 എന്നത് റഷ്യൻ ടെക്നോളജി ഉപയോഗിച്ച റോക്കറ്റുകളാണ്. ഇവ 2001 മുതൽ 2010 വരെ ഉപയോഗിച്ചിരുന്നു. GSLV Mark 1 റഷ്യൻ ടെക്നോളജി 2001 മുതൽ 2010 വരെ. GSLV വിക്ഷേപിച്ച വർഷം 2001. ഇന്ത്യ 5 ക്രയോജനിക് എഞ്ചിനും ട്രാൻസ്ഫർ ടെക്നോളജിയും സ്വന്തമാക്കാൻ USSRുമായി കരാറിൽ ഒപ്പിട്ട വർഷം 1991. ഇന്ത്യ 5 ക്രയോജനിക് എഞ്ചിനും ട്രാൻസ്ഫർ ടെക്നോളജിയും സ്വന്തമാക്കാൻ USSRുമായി കരാറിൽ ഒപ്പിട്ട വർഷം 1991. USA എതിർത്തതു കാരണം USSR പിന്മാറി. ഇന്ത്യ ക്രയോജനിക് അപ്പർ സ്റ്റേജ് ഡെവലപ്മെന്റ് പ്രോഗ്രാം ആരംഭിച്ച വർഷം ചോദിച്ചാൽ 1994. ഇന്ത്യ ക്രയോജനിക് അപ്പർ സ്റ്റേജ് ഡെവലപ്മെന്റ് പ്രോഗ്രാം ആരംഭിച്ചത് 1994. എന്നോട് പറയാം, ഇന്ത്യ ക്രയോജനിക് അപ്പർ സ്റ്റേജ് ഡെവലപ്മെന്റ് പ്രോഗ്രാം ആരംഭിച്ചത് 1994. ഇത് ആരംഭിച്ചതിന് ശേഷം വീണ്ടും USSRുമായി 7 ക്രയോജനിക് എഞ്ചിനും ഗ്രൗണ്ട് മോഡലിനും വേണ്ടി കരാറിൽ ഒപ്പിട്ടു. 7 എണ്ണത്തിന് വേണ്ടി വീണ്ടും കരാറിൽ ഒപ്പിട്ടു. ഇന്ത്യ ക്രയോജനിക് അപ്പർ സ്റ്റേജ് ഡെവലപ്മെന്റ് പ്രോഗ്രാം ആരംഭിച്ച വർഷം 1994. ഇന്ത്യ ആദ്യമായി വികസിപ്പിച്ച ക്രയോജനിക് എഞ്ചിനാണ് ക്രയോജനിക് എഞ്ചിൻ 7.5. ഇന്ത്യ ആദ്യമായി വികസിപ്പിച്ച ക്രയോജനിക് എഞ്ചിൻ 7.5 ആണെന്ന് അറിഞ്ഞിരിക്കുക. ക്രയോജനിക് എഞ്ചിൻ 7.5 ആണ് ഇന്ത്യ ആദ്യമായി വികസിപ്പിച്ച ക്രയോജനിക് എഞ്ചിൻ. ഹൈഡ്രജനെ -253 ഡിഗ്രി സെൽഷ്യസും ഓക്സിജനെ -183 ഡിഗ്രി സെൽഷ്യസും താപം താഴ്ത്തി ദ്രാവക രൂപത്തിലാക്കിയാണ് ക്രയോജനിക് എഞ്ചിനുകളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നത്. ക്രയോജനിക് എഞ്ചിനുകളിൽ പ്രധാനമായും ഇന്ധനമായി ഉപയോഗിക്കുന്നത് -253 ഡിഗ്രി സെൽഷ്യസ് ഹൈഡ്രജനും അതുപോലെ -183 ഡിഗ്രി സെൽഷ്യസും ഓക്സിജനും ആ ഒരു ലെവലിലേക്ക് എത്തി ദ്രാവക രൂപത്തിലാക്കിയാണ് ഉപയോഗിക്കുന്നത് എന്ന് അറിഞ്ഞിരിക്കുക. ഇന്ത്യ വിക്ഷേപിച്ച ക്രയോജനിക് എഞ്ചിൻ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന വിക്ഷേപണ വാഹനങ്ങളാണ് GSLV Mark 2. GSLV Mark 2 ആണ് ഇന്ത്യ വികസിപ്പിച്ച ക്രയോജനിക് എഞ്ചിൻ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന വിക്ഷേപണ വാഹനങ്ങൾ. ഇന്ത്യ വികസിപ്പിച്ച ക്രയോജനിക് എഞ്ചിൻ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന വിക്ഷേപണ വാഹനങ്ങളാണ് GSLV Mark 2. GSLV Mark 2 വിജയകരമായി വിക്ഷേപിച്ച വർഷം 2014. അതുപോലെ GSLV Mark 3 വിക്ഷേപിച്ച വർഷവും 2014. GSLV Mark 2 വിജയകരമായി വിക്ഷേപിച്ചത് 2014. GSLV Mark 3 വിക്ഷേപിച്ച വർഷവും 2014. GSLVയുടെ ശേഷി 2500 കിലോഗ്രാമാണ്. GSLVയുടെ ശേഷി 2500 കിലോഗ്രാം. എന്നാൽ GSLV Mark 3 അതിൻ്റെ ശേഷി 4000 കിലോഗ്രാമാണ്. GSLV Mark 3യുടേത് 4000, GSLVയുടെ ചോദിക്കുകയാണെങ്കിൽ 2500. ഓഷ്യൻസാറ്റ് അഥവാ IRS P4 ഇന്ത്യയുടെ ആദ്യ സമുദ്ര പഠനങ്ങൾക്കായുള്ള ഉപഗ്രഹമാണ് ഓഷ്യൻസാറ്റ് അല്ലെങ്കിൽ IRS P4. ഇന്ത്യയുടെ ആദ്യ സമുദ്ര പഠനങ്ങൾക്കായിട്ടുള്ള ഉപഗ്രഹമാണ് ഓഷ്യൻസാറ്റ് അല്ലെങ്കിൽ IRS P4. പേരിൽ തന്നെയുണ്ട് ഓഷ്യൻസാറ്റ്. ഇത് വിക്ഷേപിച്ചത് 1999 മെയ് 26. ഓഷ്യൻസാറ്റ് വിക്ഷേപിച്ചത് 1999 മെയ് 26. ഇന്ത്യയുടെ ആദ്യ സമുദ്ര പഠനങ്ങൾക്കായുള്ള ഉപഗ്രഹം ഓഷ്യൻസാറ്റ് അല്ലെങ്കിൽ IRS P4 വിക്ഷേപിച്ചത് 1999 മെയ് 26. ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് വിക്ഷേപിച്ചത്. വിക്ഷേപണ വാഹനം PSLV C2. PSLV C2 ആണ് വിക്ഷേപണ വാഹനം. PSLV C2 വിക്ഷേപണ വാഹനം. പറഞ്ഞ പോയിന്റുകളെന്ന് പറയാം. ഇന്ത്യയുടെ ആദ്യ സമുദ്ര പഠനങ്ങൾക്കായുള്ള ഉപകരണം ഓഷ്യൻസാറ്റ് അല്ലെങ്കിൽ IRS P4 വിക്ഷേപിച്ചത് 1999 മെയ് 26. വിക്ഷേപണ വാഹനം PSLV C2. വിക്ഷേപണ സ്ഥലം ശ്രീഹരിക്കോട്ട. ഇൻഡോ സോവിയറ്റ് മാൻഡ് സ്പേസ് മിഷൻ നടന്ന വർഷം 1984 ഏപ്രിൽ 2. ബഹിരാകാശത്തെത്തിയ ആദ്യ ഭാരതീയൻ, ഇത് പ്രകാരം ബഹിരാകാശത്തെത്തിയ ആദ്യ ഭാരതീയൻ രാകേഷ് ശർമ്മ. ഇൻഡോ സോവിയറ്റ് മാൻ സ്പേസ് മിഷൻ നടന്നത് 1984 ഏപ്രിൽ 2. ഓർത്തിരിക്കുക, 1984. ഇൻഡോ സോവിയറ്റ് മാൻ സ്പേസ് മിഷൻ 1984 ഏപ്രിൽ 2. ബഹിരാകാശത്തെത്തിയ ആദ്യ ഭാരതീയൻ രാകേഷ് ശർമ്മ. രാകേഷ് ശർമ്മ യാത്ര ചെയ്ത വാഹനം സോയൂസ് T11, റഷ്യയുടെ സോയൂസ് T11 ആണ്. രാകേഷ് ശർമ്മ യാത്ര ചെയ്ത വാഹനം സോയൂസ് T11, റഷ്യയുടെ സോയൂസ് T11. രാകേഷ് ശർമ്മ ബഹിരാകാശത്ത് പോയത് ഏത് പദ്ധതിയുടെ ഭാഗമായാണ് എന്ന് ചോദിച്ചാൽ ഇന്റർ കോസ്മോസ് പ്രോഗ്രാം. രാകേഷ് ശർമ്മ ബഹിരാകാശത്ത് പോയത് ഏത് പദ്ധതിയുടെ ഭാഗമായിട്ടാണ് എന്ന് ചോദിച്ചാൽ ഇന്റർ കോസ്മോസ് പ്രോഗ്രാം. 7 ദിവസവും 21 മണിക്കൂറും 40 മിനിറ്റും
സല്യൂട്ട് 7 എന്ന സ്പേസ് സെന്ററിൽ ചെലവഴിച്ചു. രാകേഷ് ശർമ്മ 7 ദിവസവും 21 മണിക്കൂറും 40 മിനിറ്റും സല്യൂട്ട് 7 എന്ന സ്പേസ് സെന്ററിൽ ചെലവഴിച്ചു. ഇന്റർ കോസ്മോസ് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടാണ് രാകേഷ് ശർമ്മ ബഹിരാകാശത്ത് പോയത്. രാകേഷ് ശർമ്മ യാത്ര ചെയ്ത വാഹനം സൊയൂസ് T-11. കൽപ്പന 1 അല്ലെങ്കിൽ മെറ്റ്സാറ്റ്, അതിനെപ്പറ്റിയാണ് ഇനി പറയാൻ പോകുന്നത്. ഇന്ത്യയുടെ ആദ്യ കാലാവസ്ഥാ ഉപഗ്രഹമാണ് കൽപ്പന 1 അല്ലെങ്കിൽ മെറ്റ്സാറ്റ്. ഇന്ത്യയുടെ ആദ്യ കാലാവസ്ഥാ ഉപഗ്രഹം എന്ന് ഞാൻ പറഞ്ഞു തോന്നുന്നു, ഉപഗ്രഹമാണ് ഇന്ത്യയുടെ ആദ്യ കാലാവസ്ഥാ ഉപഗ്രഹം കൽപ്പന 1. ഇന്ത്യയുടെ ആദ്യ കാലാവസ്ഥാ ഉപഗ്രഹം കൽപ്പന 1. വിക്ഷേപണ സ്ഥലം ശ്രീഹരിക്കോട്ട. വിക്ഷേപണ വാഹനം PSLV C4. കൽപ്പന 1ന്റെ വിക്ഷേപണ വാഹനം PSLV C4. PSLV C4 ആണ് കൽപ്പന 1ന്റെ വിക്ഷേപണ വാഹനം. മെറ്റ്സാറ്റ് കൽപ്പന 1 എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ട വർഷം 2003 ഫെബ്രുവരി 5-നാണ്. മെറ്റ്സാറ്റ് എന്നായിരുന്നു പേര്. അത് കൽപ്പന 1 എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ട വർഷം 2003 ഫെബ്രുവരി 5. മെറ്റ്സാറ്റ് കൽപ്പന 1 എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ട വർഷം 2003 ഫെബ്രുവരി 5. മെറ്റ്സാറ്റിന് കൽപ്പന 1 എന്ന് പേര് നൽകിയത് AB വാജ്പേയി ആണ്. മെറ്റ്സാറ്റിന് കൽപ്പന 1 എന്ന് പേര് നൽകിയത് AB വാജ്പേയി. മെറ്റ്സാറ്റിന് കൽപ്പന 1 എന്ന് പേര് നൽകിയത് AB വാജ്പേയി ആണെന്ന് അറിഞ്ഞിരിക്കുക. റിസോഴ്സ് സാറ്റ് അല്ലെങ്കിൽ IRS P6 ഭൗമ നിരീക്ഷണത്തിനും വിദൂര സംവേദനത്തിനും വേണ്ടിയുള്ള ഉപഗ്രഹമാണ് റിസോഴ്സ് സാറ്റ് അല്ലെങ്കിൽ IRS P6. ഭൗമ നിരീക്ഷണത്തിനും വിദൂര സംവേദനത്തിനും വേണ്ടിയുള്ള ഉപഗ്രഹമാണ് റിസോഴ്സ് സാറ്റ് അല്ലെങ്കിൽ IRS P6. IRS സീരീസിലെ ISROയുടെ 10ാമത്തെ ഉപഗ്രഹമാണ് റിസോഴ്സ് സാറ്റ്. IRS സീരീസിലെ ഇസ്രോയുടെ 10ാമത്തെ ഉപഗ്രഹം. IRS സീരീസിലെ 10ാമത്തെ ഉപഗ്രഹം. 2003 ഒക്ടോബർ 17-നാണ് റിസോഴ്സ് സാറ്റ് വിക്ഷേപിച്ചത്. 2003 ഒക്ടോബർ 17-നാണ് റിസോഴ്സ് സാറ്റ് വിക്ഷേപിച്ചത്. വിക്ഷേപണ സ്ഥലം ശ്രീഹരിക്കോട്ട. വിക്ഷേപണ വാഹനം PSLV C5. PSLV C5 ഉപയോഗിച്ചാണ് റിസോഴ്സ് സാറ്റ് വിക്ഷേപിച്ചത്. വിക്ഷേപണ വാഹനം PSLV C5. ഭൗമനിരീക്ഷണത്തിനും വിദൂര സംവേദനത്തിനും വേണ്ടിയുള്ള ഉപഗ്രഹമാണ് റിസോഴ്സ് സാറ്റ്. അടുത്തത് എഡ്യൂസാറ്റ്. GSAT 3 എന്ന് പറയും. എഡ്യൂസാറ്റ് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി വിക്ഷേപിച്ച ഉപഗ്രഹമാണ് എഡ്യൂസാറ്റ്. ആ പേരിൽ തന്നെ ഉണ്ടല്ലോ എഡ്യൂ എന്നുള്ളത്. അപ്പോൾ നമുക്ക് വിദ്യാഭ്യാസം ചെറുതായിട്ട് കണക്ട് ചെയ്യാം. വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി വിക്ഷേപിച്ച ഉപഗ്രഹമാണ് എഡ്യൂസാറ്റ്. വിദ്യയുടെ ഉപഗ്രഹം എന്നറിയപ്പെടുന്നത് എഡ്യൂസാറ്റ് ആണ്. വിദ്യയുടെ ഉപഗ്രഹം എന്നറിയപ്പെടുന്നത് എഡ്യൂസാറ്റ്. വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി വിക്ഷേപിച്ച ഉപഗ്രഹം, അതുപോലെ വിദ്യയുടെ ഉപഗ്രഹം എന്ന് അറിയപ്പെടുന്നു. 2004 സെപ്റ്റംബർ 20-നാണ് എഡ്യൂസാറ്റ് വിക്ഷേപിച്ചത്. GSAT 3 വിക്ഷേപിച്ചത് 2004 സെപ്റ്റംബർ 20-നാണ് എഡ്യൂസാറ്റ് വിക്ഷേപിച്ചത്. വിക്ഷേപണ സ്ഥലം ശ്രീഹരിക്കോട്ട. വിക്ഷേപണ വാഹനം GSLV FO1. വിക്ഷേപണ സ്ഥലം ശ്രീഹരിക്കോട്ട. വിക്ഷേപണ വാഹനം GSLV FO1. വിദ്യയുടെ ഉപഗ്രഹം എന്നറിയപ്പെടുന്നത് എഡ്യൂസാറ്റ്. നെക്സ്റ്റ് വൺ കാർട്ടോസാറ്റ് 1. ഭൂപടങ്ങൾ തയ്യാറാക്കുന്നതിന് വേണ്ടി വിക്ഷേപിച്ച ആദ്യ ഉപഗ്രഹമാണ് കാർട്ടോസാറ്റ് 1. ഭൂപടങ്ങൾ തയ്യാറാക്കുന്നതിന് വേണ്ടി വിക്ഷേപിച്ച ആദ്യ ഉപഗ്രഹം. ഓർത്തിരിക്കുക, ഭൂപടങ്ങൾ തയ്യാറാക്കുന്നതിന് വേണ്ടി വിക്ഷേപിച്ച ആദ്യ ഉപഗ്രഹമാണ് കാർട്ടോസാറ്റ് 1. 2005 മെയ് 5-നാണ് കാർട്ടോസാറ്റ് 1 വിക്ഷേപിച്ചത്. 2005 മെയ് 5-നാണ് കാർട്ടോസാറ്റ് 1 വിക്ഷേപിച്ചത്. വിക്ഷേപണ സ്ഥലം ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് കാർട്ടോസാറ്റ് 1 വിക്ഷേപിച്ചത്. വിക്ഷേപണ വാഹനം PSLV C6 ഉപയോഗിച്ചാണ് കാർട്ടോസാറ്റ് 1 വിക്ഷേപിച്ചത്. PSLV C5 ഉപയോഗിച്ച് വിക്ഷേപിച്ച് തൊട്ടുമുമ്പ് പറഞ്ഞതാണ്, അത് റിസോഴ്സ് സാറ്റ് ആണ്. PSLV C6 ഉപയോഗിച്ചാണ് കാർട്ടോസാറ്റ് 1 വിക്ഷേപിച്ചത്. ഭൂപടങ്ങൾ തയ്യാറാക്കുന്നതിന് വേണ്ടി വിക്ഷേപിച്ച ആദ്യ ഉപഗ്രഹം 2005 മെയ് 5-ന് PSLV C6. അടുത്തത് കാർട്ടോസാറ്റ് 2. 2007 ജനുവരി 10-നാണ് കാർട്ടോസാറ്റ് 2 വിക്ഷേപിച്ചത്. 2007 ജനുവരി 10-നാണ് കാർട്ടോസാറ്റ് 2 വിക്ഷേപിച്ചത്. അതിൻ്റെ വിക്ഷേപണ വാഹനം PSLV C7 ആണ് കാർട്ടോസാറ്റ് 2 വിക്ഷേപിച്ചത്. കാർട്ടോസാറ്റ് 1 PSLV C6.
PSLV C7 ഉപയോഗിച്ചാണ് കാർട്ടോസാറ്റ് 2 വിക്ഷേപിച്ചത്. ഗഗൻയാൻ പ്രോജക്റ്റിന് വേണ്ടി സ്പേസ് ക്യാപ്സ്യൂൾ റിക്കവറി എക്സ്പെരിമെന്റ് അഥവാ SRE-1 വിക്ഷേപണം നടത്തിയത് കാർട്ടോസാറ്റ് 2 ആണ്. ഗഗൻയാൻ പ്രോജക്റ്റിന് വേണ്ടി സ്പേസ് ക്യാപ്സ്യൂൾ റിക്കവറി എക്സ്പെരിമെന്റ് അഥവാ SRE-1 വിക്ഷേപണം നടത്തി. 2007 ജനുവരി 10 കാർട്ടോസാറ്റ് 2 വിക്ഷേപിച്ചത്. PSLV C7 ശ്രീഹരിക്കോട്ടയിൽ നിന്ന് തന്നെയാണ് വിക്ഷേപിച്ചത്. അടുത്തത് കാർട്ടോസാറ്റ് 2A. 2008 ഏപ്രിൽ 28 കാർട്ടോസാറ്റ് 2A വിക്ഷേപിച്ചത്. 2008 ഏപ്രിൽ 28 കാർട്ടോസാറ്റ് 2A വിക്ഷേപിച്ചത്. സതീഷ് ധവാൻ സ്പേസ് സെന്റർ ശ്രീഹരിക്കോട്ടയിൽ നിന്ന് തന്നെയാണ് വിക്ഷേപിച്ചത്. കാർട്ടോസാറ്റ് 2A 2008 ഏപ്രിൽ 28. നെക്സ്റ്റ് വൺ റിസാറ്റ് 1. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ റഡാർ ഇമേജിംഗ് സാറ്റലൈറ്റ് ആണ് റിസാറ്റ് 1. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ റഡാർ ഇമേജിംഗ് സാറ്റലൈറ്റ് ആണ് റിസാറ്റ് 1. 2012 ഏപ്രിൽ 26 റിസാറ്റ് 1 വിക്ഷേപിച്ചത്. 2012 ഏപ്രിൽ 26 റിസാറ്റ് 1 വിക്ഷേപിച്ചത്. PSLV C19 ആണ് വിക്ഷേപണ വാഹനം. ശ്രീഹരിക്കോട്ടയിൽ നിന്ന് തന്നെയാണ് വിക്ഷേപിച്ചത്. PSLV C19 ഉപയോഗിച്ചാണ് റിസാറ്റ് 1 വിക്ഷേപിച്ചത്. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ റഡാർ ഇമേജിംഗ് സാറ്റലൈറ്റ് 2012 ഏപ്രിൽ 26 വിക്ഷേപിച്ചത്. ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് വിക്ഷേപിച്ചത്. PSLV C19 ഉപയോഗിച്ചാണ് റിസാറ്റ് 1 വിക്ഷേപിച്ചത്. നെക്സ്റ്റ് വൺ സരൽ. സമുദ്ര പഠനത്തിന് വേണ്ടിയുള്ള ഇന്ത്യയുടെയും ഫ്രാൻസിന്റെയും സംയുക്ത സംരംഭമാണ് സരൽ. സമുദ്ര പഠനത്തിന് വേണ്ടിയുള്ള ഇന്ത്യയുടെയും ഫ്രാൻസിന്റെയും സംയുക്ത സംരംഭം സരൽ. 2013 ഫെബ്രുവരി 25 സരൾ വിക്ഷേപിച്ചത്. 2013 ഫെബ്രുവരി 25 സരൾ വിക്ഷേപിച്ചത്. PSLV C20 ഉപയോഗിച്ചാണ് സരൾ വിക്ഷേപിച്ചത്. വിക്ഷേപണ വാഹനം PSLV C20. സരൾ വിക്ഷേപിച്ച വാഹനം PSLV C20. സമുദ്ര പഠനത്തിന് വേണ്ടിയുള്ള ഇന്ത്യയുടെയും ഫ്രാൻസിന്റെയും സംയുക്ത സംരംഭം 2013 ഫെബ്രുവരി 25 വിക്ഷേപിച്ചു. PSLV C20 ഉപയോഗിച്ചാണ് വിക്ഷേപിച്ചത്. സതീഷ് ധവാൻ സ്പേസ് സെന്റർ ശ്രീഹരിക്കോട്ട. ജുഗ്നു ആണ് അടുത്ത് പറയാൻ പോകുന്നത്. ഇന്ത്യയുടെ ആദ്യ നാനോ ഉപഗ്രഹമാണ് ജുഗ്നു. ഈ ജുഗ്രു എന്നൊക്കെ വിളിക്കുന്ന പിള്ളേരെയല്ലേ, കൊച്ചു പിള്ളേരല്ലേ ജുഗ്രു എന്നൊക്കെ വിളിക്കുന്നത്. അപ്പോൾ ചെറിയ പിള്ളേരായതുകൊണ്ട് നാനോ ആയ പിള്ളേരെന്ന് വേണമെങ്കിൽ ചെറുതായിട്ടൊന്ന് ഓർക്കാമല്ലോ. ഇന്ത്യയുടെ ആദ്യ നാനോ ഉപഗ്രഹമാണ് ജുഗ്നു. കാൺപൂരിലെ IIT-യിലെ വിദ്യാർത്ഥികളാണ് ഇത് നിർമ്മിച്ചത്. കാൺപൂരിലെ IIT-യിലെ വിദ്യാർത്ഥികൾ. അപ്പോൾ ചെറിയ പിള്ളേരെന്നൊക്കെ പറഞ്ഞല്ലോ, വിദ്യാർത്ഥികൾ ചെറിയ പിള്ളേരാണല്ലോ. അപ്പോൾ ആ രീതിയിലും ചെറുതായിട്ടൊന്ന് നമുക്ക് ഓർക്കാമല്ലോ. കാൺപൂരിലെ IIT-യിലെ വിദ്യാർത്ഥികളാണ് ജുഗ്നു നിർമ്മിച്ചത്. 2011 ഒക്ടോബർ 12 ജുഗ്നു വിക്ഷേപിച്ചത്. 2011 ഒക്ടോബർ 12. ഇന്ത്യയുടെ ആദ്യ നാനോ ഉപഗ്രഹം കാൺപൂർ IIT-യിലെ വിദ്യാർത്ഥികളാണ് നിർമ്മിച്ചത്. 2011 ഒക്ടോബർ 12 ജുഗ്നു വിക്ഷേപിച്ചത്. അടുത്തത് നിയോസാറ്റ്. ISROയുടെ മേൽനോട്ടത്തിൽ നൂറുൽ ഇസ്ലാം യൂണിവേഴ്സിറ്റി നിർമ്മിച്ച ഉപഗ്രഹമാണ് നിയോസാറ്റ്. രണ്ടും എന്നിലാണല്ലോ, നൂറുൽ ഇസ്ലാം യൂണിവേഴ്സിറ്റിയും നിയോസാറ്റും തുടങ്ങുന്നത്. ISROയുടെ മേൽനോട്ടത്തിൽ നൂറുൽ ഇസ്ലാം യൂണിവേഴ്സിറ്റി നിർമ്മിച്ച ഉപഗ്രഹം നിയോസാറ്റ്. ഒന്നുകൂടെ പറയാം. ISROയുടെ മേൽനോട്ടത്തിൽ നൂറുൽ ഇസ്ലാം യൂണിവേഴ്സിറ്റി നിർമ്മിച്ച ഉപഗ്രഹം നിയോസാറ്റ്. വിക്ഷേപണ വാഹനം PSLV C38 ആണ് വിക്ഷേപണ വാഹനം. 2017 ജൂൺ 23 നിയോസാറ്റ് വിക്ഷേപിച്ചത്. വിക്ഷേപണ വാഹനം PSLV C38. ISROയുടെ മേൽനോട്ടത്തിൽ നൂറുൽ ഇസ്ലാം യൂണിവേഴ്സിറ്റി നിർമ്മിച്ച ഉപഗ്രഹമാണ് നിയോസാറ്റ്. വിക്ഷേപണ വാഹനം PSLV C38. 2017 ജൂൺ 23 വിക്ഷേപിച്ചത്. നെക്സ്റ്റ് വൺ അനുസാറ്റ്. ISROയുടെ മേൽനോട്ടത്തിൽ ഇന്ത്യയിലെ ഒരു സർവകലാശാല നിർമ്മിച്ച ആദ്യ ഉപഗ്രഹമാണ് അനുസാറ്റ്. അണ്ണാ യൂണിവേഴ്സിറ്റിയാണ് അനുസാറ്റ് നിർമ്മിച്ചത്. 2 വായിലാണ് തുടങ്ങുന്നത്, അനുസാറ്റും അണ്ണാ യൂണിവേഴ്സിറ്റിയും. ISROയുടെ മേൽനോട്ടത്തിൽ ഇന്ത്യയിലെ ഒരു സർവകലാശാല നിർമ്മിച്ച ആദ്യ ഉപഗ്രഹം അനുസാറ്റാണ്. വിക്ഷേപിച്ച വർഷം 2009 ഏപ്രിൽ 20 അനുസാറ്റ് വിക്ഷേപിച്ചത്. നമ്മൾ ഒരുപാട് ഡേറ്റുകൾ പറഞ്ഞു പോകുന്നുണ്ട്, റിപ്പീറ്റഡ് ആയിട്ട് കേട്ടാൽ നിങ്ങൾക്ക് ഓർത്തിരിക്കുന്നതാണ്. അപ്പോൾ ISROയുടെ മേൽനോട്ടത്തിൽ ഇന്ത്യയിലെ ഒരു സർവകലാശാല നിർമ്മിച്ച ആദ്യ ഉപഗ്രഹം അനുസാറ്റ് അണ്ണാ യൂണിവേഴ്സിറ്റി 2009 ഏപ്രിൽ 20 വിക്ഷേപിച്ചു. GSLV മാർക്ക് 3 ഭാരമേറിയ ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിലെത്തിക്കാൻ പര്യാപ്തമായ വിക്ഷേപണ വാഹനമാണ് GSLV മാർക്ക്
3. ഭാരമേറിയ ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിലെത്തിക്കാൻ പര്യാപ്തമായ വിക്ഷേപണ വാഹനം GSLV മാർക്ക് 3. വിക്ഷേപിച്ച വർഷം 2014 ഡിസംബർ 18. 2014 ഡിസംബർ 18. GSLV മാർക്ക് 3 2014 ഡിസംബർ 18. ഭാരമേറിയ ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിലെത്തിക്കാൻ പര്യാപ്തമായ വിക്ഷേപണ വാഹനം. PSLV C-21. ISROയുടെ 100ാമത്തെ ദൗത്യമാണ് PSLV C-21. ISROയുടെ 100ാമത്തെ ദൗത്യം PSLV C-21 2012 സെപ്റ്റംബർ 9 വിക്ഷേപിച്ചു. 2012 സെപ്റ്റംബർ 9 ISROയുടെ 100ാമത്തെ ദൗത്യമായ PSLV C-21 വിക്ഷേപിച്ചത്. നെക്സ്റ്റ് വൺ, ഭുവൻ. ഭൗമോപരിതലത്തിലെ ത്രിമാന ദൃശ്യങ്ങളും ദ്വിമാന ദൃശ്യങ്ങളും പകർത്തുന്നതിനായി ISRO വികസിപ്പിച്ചെടുത്ത സോഫ്റ്റ്വെയർ ആണ് ഭുവൻ. ഭൗമോപരിതലത്തിലെ ത്രിമാന ദൃശ്യങ്ങളും ദ്വിമാന ദൃശ്യങ്ങളും പകർത്തുന്നതിനായി ISRO വികസിപ്പിച്ചെടുത്ത സോഫ്റ്റ്വെയർ ഭുവൻ. ഒന്നുകൂടെ പറയാം, ഭൗമോപരിതലത്തിലെ ത്രിമാന ദൃശ്യങ്ങളും ദ്വിമാന ദൃശ്യങ്ങളും പകർത്തുന്നതിനായി ISRO വികസിപ്പിച്ചെടുത്ത സോഫ്റ്റ്വെയർ ഭുവൻ. ഓക്കെ, ചന്ദ്രയാൻ 1 പറ്റിയാണ് ഇനി പറയാൻ പോകുന്നത്. ഇന്ത്യയുടെ ആദ്യ ചാന്ദ്ര ദൗത്യമാണ് ചന്ദ്രയാൻ 1. ഇന്ത്യയുടെ ആദ്യ ചാന്ദ്ര ദൗത്യം ചന്ദ്രയാൻ 1 2008 ഒക്ടോബർ 22 വിക്ഷേപിച്ചത്. 2008 ഒക്ടോബർ 22 ഇന്ത്യയുടെ ആദ്യ ചാന്ദ്ര ദൗത്യമായ ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചത് 2008 ഒക്ടോബർ 22 ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് വിക്ഷേപിച്ചത്. വിക്ഷേപണ വാഹനം PSLV C-11. ഓർത്തിരിക്കുക, ചന്ദ്രയാൻ 1 വിക്ഷേപണ വാഹനം PSLV C-11. 2008 ഒക്ടോബർ 22 PSLV C-11 ഉപയോഗിച്ചാണ് ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചത്. 1380 കിലോഗ്രാമാണ് ഭാരം. 1380 കിലോഗ്രാം, 1380 കിലോഗ്രാം, 1380 കിലോഗ്രാമാണ് ഭാരം. അതുപോലെ 386 കോടി രൂപയാണ് ആകെ ചെലവ്. 386 കോടി. ചന്ദ്രയാൻ 1ന്റെ ആകെ ചെലവ് 386 കോടി. 1380 കിലോഗ്രാം ഭാരം, 386 കോടി ചെലവ്. ചന്ദ്രന്റെ ഭ്രമണപഥത്തിലെത്തിയത് 2008 നവംബർ 8. ചന്ദ്രന്റെ ഭ്രമണപഥത്തിലെത്തിയത് 2008 നവംബർ 8. ചന്ദ്രോപരിതലത്തിൽ ഇടിച്ചിറങ്ങിയത് 2008 നവംബർ 14. ചന്ദ്രോപരിതലത്തിൽ ഇടിച്ചിറങ്ങിയത് 2008 നവംബർ 14. അപ്പോൾ ചന്ദ്രന്റെ ഭ്രമണപഥത്തിലെത്തിയത് 2008 നവംബർ 8. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം 2008 നവംബർ 14 ചന്ദ്രോപരിതലത്തിൽ ഇടിച്ചിറങ്ങി. അപ്പം നവംബർ 14 എന്താണ്? നമ്മുടെ ശിശുദിനമല്ലേ. ശിശുദിനം നോക്കി അങ്ങ് ഇടിച്ചിറങ്ങി ഓർത്താൽ മതി. ചന്ദ്രോപരിതലത്തിൽ ഇടിച്ചിറങ്ങിയത് 2008 നവംബർ 14. ചന്ദ്രയാൻ എന്ന പേര് നിർദ്ദേശിച്ചത് AB വാജ്പേയി ആണ്. AB വാജ്പേയി ആണ് ചന്ദ്രയാൻ എന്ന പേര് നിർദ്ദേശിച്ചത്. ചന്ദ്രോപരിതലത്തിൽ ഇടിച്ചിറങ്ങാൻ സഹായിച്ച ഭാഗം മൂൺ ഇമ്പാക്റ്റ് പ്രോബ്. ചന്ദ്രോപരിതലത്തിൽ ഇടിച്ചിറങ്ങാൻ സഹായിച്ച ഭാഗത്തിന് പറയുന്ന പേര് മൂൺ ഇമ്പാക്റ്റ് പ്രോബ്. ഇടിച്ചിറങ്ങുക, ഇമ്പാക്റ്റോടുകൂടി ഇടിച്ചിറങ്ങുക, മൂണിൽ ഇമ്പാക്റ്റോടുകൂടി ഇടിച്ചിറങ്ങുക, മൂൺ ഇമ്പാക്റ്റ് പ്രോബ്. ചന്ദ്രോപരിതലത്തിൽ ഇടിച്ചിറങ്ങാൻ സഹായിച്ച ഭാഗം മൂൺ ഇമ്പാക്റ്റ് പ്രോബ്. ഇടിച്ചിറങ്ങിയ ചന്ദ്രനിലെ ഭാഗമാണ് ഷാക്കിൾടൺ ഗർത്തം. ഇടിച്ചിറങ്ങിയ ചന്ദ്രനിലെ ഭാഗം ഷാക്കിൾടൺ ഗർത്തം. ചന്ദ്രയാൻ 1 ഇടിച്ചിറങ്ങിയ ചന്ദ്രനിലെ ഭാഗം ഷാക്കിൾടൺ ഗർത്തം. ചന്ദ്രനെക്കുറിച്ച് പഠിക്കാൻ പേടകം വിക്ഷേപിക്കുന്ന 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ചന്ദ്രനെക്കുറിച്ച് പഠിക്കാൻ പേടകം വിക്ഷേപിക്കുന്ന എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ എന്ന് ചോദിച്ചാൽ 4ാമത്തെ. ചന്ദ്രനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി പേടകം വിക്ഷേപിക്കുന്ന 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ചന്ദ്രയാൻ വിക്ഷേപണത്തിന് സഹായം നൽകിയ രാജ്യം റഷ്യയാണ്. ചന്ദ്രയാൻ വിക്ഷേപണത്തിന് സഹായം നൽകിയ രാജ്യം ഏത് എന്ന് ചോദിച്ചാൽ അത് റഷ്യ. ചന്ദ്രയാൻ വിക്ഷേപണത്തിന് സഹായം നൽകിയ രാജ്യം റഷ്യ. ചന്ദ്രയാനിലെ നിരീക്ഷണ ഉപഗ്രഹങ്ങൾ 11 എണ്ണമാണ്. ചന്ദ്രയാനിലെ നിരീക്ഷണ ഉപഗ്രഹങ്ങൾ 11. ചന്ദ്രയാനിലെ നിരീക്ഷണ ഉപഗ്രഹങ്ങൾ 11. ചന്ദ്രയാൻ പ്രവർത്തനം നിലച്ചത് 2009 ഓഗസ്റ്റ് 29. 2009 ഓഗസ്റ്റ് 29 ചന്ദ്രയാൻ പ്രവർത്തനം നിലച്ചത്. ചന്ദ്രയാൻ പ്രവർത്തനം നിലച്ചത് 2009 ഓഗസ്റ്റ് 29. ചന്ദ്രയാൻ വിക്ഷേപണ സമയത്തെ ISRO ചെയർമാൻ G മാധവൻ നായരായിരുന്നു. ചന്ദ്രയാൻ വിക്ഷേപണ സമയത്തെ ISRO ചെയർമാൻ G മാധവൻ നായർ. ഓർത്തിരിക്കുക, ചന്ദ്രയാൻ വിക്ഷേപണ സമയത്തെ ISRO ചെയർമാൻ G മാധവൻ നായർ. ചന്ദ്രയാൻ വിക്ഷേപണ സമയത്തെ പ്രോജക്റ്റ് ഡയറക്ടർ M അണ്ണാദുരൈ. ചന്ദ്രയാൻ വിക്ഷേപണ സമയത്തെ പ്രോജക്റ്റ് ഡയറക്ടർ M അണ്ണാദുരൈ. ISRO ചെയർമാൻ മാധവൻ നായർ, പ്രോജക്റ്റ് ഡയറക്ടർ അണ്ണാദുരൈ. ഓക്കെ, ഇന്ത്യയുടെ ആദ്യ ചാന്ദ്ര ദൗത്യമായ ചന്ദ്രയാൻ 1 പറ്റിയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ചന്ദ്രയാൻ 2 പറ്റിയുള്ള കാര്യങ്ങളാണ്. ഇന്ത്യയുടെ 2ാമത്തെ ചാന്ദ്ര പര്യവേഷണ ദൗത്യമാണ് ചന്ദ്രയാൻ 2.
ഇന്ത്യയുടെ രണ്ടാമത്തെ ചാന്ദ്രപര്യവേഷണ ദൗത്യം ചന്ദ്രയാൻ 2. ചന്ദ്രയാൻ 1 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ കണ്ടെത്തിയ ഐസിന്റെ സാന്നിധ്യം ഉറപ്പിക്കുവാനും അതിനെക്കുറിച്ച് പഠിക്കുവാനും വേണ്ടിയാണ് ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചത്. ചന്ദ്രയാൻ 1 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ കണ്ടെത്തിയ ഐസിന്റെ സാന്നിധ്യം ഉറപ്പിക്കുവാനും അതിനെക്കുറിച്ച് പഠിക്കുവാനും വേണ്ടിയാണ് ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചത്. ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചത് 2019 ജൂലൈ 22. 2019 ജൂലൈ 22-നാണ് ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചത്. ഡേറ്റ് ഓർത്തിരിക്കുക, 2019 ജൂലൈ 22. 2019 ജൂലൈ 22-നാണ് ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചത്. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നുമാണ് ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചത്. ചന്ദ്രയാൻ 2-വിന്റെ വിക്ഷേപണ വാഹനം ഏത് എന്ന് ചോദിച്ചാൽ GSLV Mark 3 M1. GSLV Mark 3 M1 ആണ് ചന്ദ്രയാൻ 2-വിന്റെ വിക്ഷേപണ വാഹനം. GSLV Mark 3 M1 ആണ് ചന്ദ്രയാൻ 2-വിന്റെ വിക്ഷേപണ വാഹനം. വിക്രം ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങുന്ന ചന്ദ്രയാൻ 2-വിന്റെ ലാൻഡർ അറിയപ്പെടുന്നത് വിക്രം എന്നാണ്. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങുന്ന ചന്ദ്രയാൻ 2-വിന്റെ ലാൻഡർ അറിയപ്പെടുന്നത് വിക്രം. ലാൻഡറാണ് വിക്രം. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങുന്ന ചന്ദ്രയാൻ 2-വിന്റെ ലാൻഡർ അറിയപ്പെടുന്നത് വിക്രം എന്നാണ്. ചന്ദ്രോപരിതലത്തിൽ പര്യവേഷണം നടത്തുന്ന ചന്ദ്രയാൻ 2-വിന്റെ റോവർ അറിയപ്പെടുന്നത് പ്രഗ്യാൻ. ചന്ദ്രോപരിതലത്തിൽ പര്യവേഷണം നടത്തുന്ന ചന്ദ്രയാൻ 2-വിന്റെ റോവർ അറിയപ്പെടുന്ന പേരെന്ത് എന്ന് ചോദിച്ചാൽ പ്രഗ്യാൻ. ചന്ദ്രയാൻ 2-വിന്റെ റോവർ അറിയപ്പെടുന്നത് പ്രഗ്യാൻ, അതുപോലെ ലാൻഡർ അറിയപ്പെടുന്നത് വിക്രം. പ്രോജക്റ്റ് ഡയറക്ടർ ചന്ദ്രയാൻ 2-വിന്റെ പ്രോജക്റ്റ് ഡയറക്ടർ മുത്തയ്യ വനിതയാണ് ചന്ദ്രയാൻ 2-വിന്റെ പ്രോജക്റ്റ് ഡയറക്ടർ. ചന്ദ്രയാൻ 2-വിന്റെ മിഷൻ ഡയറക്ടർ ആര് എന്ന് ചോദിച്ചാൽ ഋതു കരിദാൽ ശ്രീവാസ്തവയാണ് ചന്ദ്രയാൻ 2-വിന്റെ മിഷൻ ഡയറക്ടർ. ചന്ദ്രയാൻ 2-വിന്റെ മിഷൻ ഡയറക്ടർ ഋതു കരിദാൽ ശ്രീവാസ്തവയാണ് ചന്ദ്രയാൻ 2-വിന്റെ മിഷൻ ഡയറക്ടർ. ചന്ദ്രയാൻ 2-വിന്റെ വിക്ഷേപണ സമയത്തെ ISRO ചെയർമാൻ കെ ശിവനാണ്. ചന്ദ്രയാൻ 2-വിന്റെ വിക്ഷേപണ സമയത്തെ ISRO ചെയർമാൻ കെ ശിവൻ. ഓർത്തിരിക്കുക, ചന്ദ്രയാൻ 2-വിന്റെ വിക്ഷേപണ സമയത്തെ ISRO ചെയർമാൻ കെ ശിവൻ. ചന്ദ്രയാൻ 2-വിന്റെ ആകെ ചിലവ് 978 കോടിയാണ്. ചന്ദ്രയാൻ 2-വിന്റെ ആകെ ചിലവ് 978 കോടി, 978 crores. ചന്ദ്രയാൻ 2-വിന്റെ ആകെ ചിലവ് 978 കോടിയാണ്. 2019 സെപ്റ്റംബർ 7 ചന്ദ്രന്റെ 2.1 കിലോമീറ്റർ അടുത്ത് വരെ എത്തിയ ചന്ദ്രയാൻ 2 മുൻ നിശ്ചയിച്ച പാതയിൽ നിന്ന് തെന്നിമാറുകയും വിക്രം ലാൻഡറിൽ നിന്നുള്ള സിഗ്നൽ നഷ്ടപ്പെടുകയും ചെയ്തു. 2019 സെപ്റ്റംബർ 7 ചന്ദ്രന്റെ 2.1 കിലോമീറ്റർ വരെ അടുത്തെത്തിയതാണ് ചന്ദ്രയാൻ 2. അത് പിന്നീട് മുൻ നിശ്ചയിച്ച പാതയിൽ നിന്ന് തെന്നിമാറി വിക്രം ലാൻഡറിൽ നിന്നുള്ള സിഗ്നലൊക്കെ നഷ്ടപ്പെട്ടു. മംഗൾയാനെ പറ്റിയാണ് ഇനി പറയാൻ പോകുന്നത്. ഇന്ത്യയുടെ പ്രഥമ ചൊവ്വ പര്യവേക്ഷണ ദൗത്യമാണ് മംഗൾയാൻ. ഇന്ത്യയുടെ പ്രഥമ ചൊവ്വ പര്യവേക്ഷണ ദൗത്യം മംഗൾയാൻ. ഇന്ത്യയുടെ ആദ്യ ഇന്റർ പ്ലാനറ്ററി ദൗത്യം ഏതെന്ന് ചോദിച്ചാലും മംഗൾയാനാണ്. ഇന്ത്യയുടെ ആദ്യ ഇന്റർ പ്ലാനറ്ററി ദൗത്യം മംഗൾയാൻ. ഇന്ത്യയുടെ പ്രഥമ ചൊവ്വ പര്യവേഷണ ദൗത്യം, ഇന്ത്യയുടെ ആദ്യ ഇന്റർ പ്ലാനറ്ററി ദൗത്യം. മംഗൾയാൻ രൂപകൽപ്പന ചെയ്തത് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ സാറ്റലൈറ്റ് സെന്റർ ISAC, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ സാറ്റലൈറ്റ് സെന്റർ. ഓക്കെ, മംഗൾയാൻ രൂപകൽപ്പന ചെയ്തത് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ സാറ്റലൈറ്റ് സെന്റർ അഥവാ ISAC. 2013 നവംബർ 5-നാണ് മംഗൾയാൻ വിക്ഷേപിച്ചത്. 2013 നവംബർ 5-നാണ് മംഗൾയാൻ വിക്ഷേപിച്ചത് എന്ന് അറിഞ്ഞിരിക്കുക. മംഗൾയാൻ വിക്ഷേപണ വാഹനം PSLV C-25. മംഗൾയാൻ വിക്ഷേപണ വാഹനം PSLV C-25 ആണ് മംഗൾയാൻ വിക്ഷേപണ വാഹനം. വിക്ഷേപണ സ്ഥലം സതീഷ് ധവാൻ സ്പേസ് സെന്റർ. മംഗൾയാൻ വിക്ഷേപണ സ്ഥലം സതീഷ് ധവാൻ സ്പേസ് സെന്റർ. 2014 സെപ്റ്റംബർ 24-നാണ് ചൊവ്വയുടെ ഭ്രമണപഥത്തിൽ മംഗൾയാൻ എത്തിയത്. 2014 സെപ്റ്റംബർ 24-നാണ് മംഗൾയാൻ ചൊവ്വയുടെ ഭ്രമണപഥത്തിൽ എത്തിയത്. അതുപോലെ ആദ്യ ശ്രമത്തിൽ തന്നെ ചൊവ്വ ദൗത്യം വിജയിച്ച രാജ്യം ഏത് എന്ന് ചോദിച്ചാൽ ഇന്ത്യയാണ് ആദ്യ ശ്രമത്തിൽ തന്നെ ചൊവ്വ ദൗത്യം വിജയിച്ച രാജ്യം. ലോകത്തിലെ ഏറ്റവും ചെലവ് കുറഞ്ഞ ചൊവ്വ ദൗത്യമാണ് മംഗൾയാൻ. മംഗൾയാൻ എന്ന് അറിഞ്ഞിരിക്കുക. ചൊവ്വ ദൗത്യം വിജയിച്ച ആദ്യ ഏഷ്യൻ രാജ്യം ഏത് എന്ന് ചോദിച്ചാലും ഇന്ത്യ തന്നെയാണ്. ആദ്യ ശ്രമത്തിൽ ചൊവ്വ ദൗത്യം വിജയിച്ച രാജ്യം, അതുപോലെ ചൊവ്വ ദൗത്യം വിജയിച്ച ആദ്യ ഏഷ്യൻ രാജ്യവും
ഇന്ത്യ തന്നെയാണ്. ചൊവ്വ പര്യവേഷണ ദൗത്യം വിജയിക്കുന്ന 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. എണ്ണത്തിൽ നാലാമത് ചൊവ്വ പര്യവേഷണ ദൗത്യം വിജയിക്കുന്ന 4ാമത്തെ രാജ്യം. എന്നാൽ ആദ്യ ശ്രമത്തിൽ തന്നെ ചൊവ്വ ദൗത്യം വിജയിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. ആദ്യ ശ്രമത്തിൽ തന്നെ ചൊവ്വ ദൗത്യം വിജയിച്ച രാജ്യം, അതുപോലെ ചൊവ്വ പര്യവേഷണ ദൗത്യം വിജയിക്കുന്ന 4ാമത്തെ രാജ്യവും രണ്ടും ഇന്ത്യയാണെന്ന് അറിഞ്ഞിരിക്കുക. റഷ്യ, USA, അതുപോലെ യൂറോപ്യൻ ബഹിരാകാശ ഏജൻസി എന്നിവയ്ക്ക് ശേഷം ഭ്രമണപഥത്തിലെത്തുന്ന 4ാമത് ബഹിരാകാശ ഏജൻസിയാണ് ISRO. റഷ്യ, USA, യൂറോപ്യൻ ബഹിരാകാശ ഏജൻസി ഇവയ്ക്ക് ശേഷമാണ് ISRO ഇന്ത്യ എത്തിയത്. ആദ്യ ശ്രമത്തിൽ തന്നെ ചൊവ്വയുടെ ഭ്രമണപഥത്തിലെത്തിയ ആദ്യ രാജ്യം ഏത് എന്ന് ചോദിച്ചാൽ ഇന്ത്യയാണ്. നമ്മൾ പറഞ്ഞു മംഗൾയാനിലെ നിരീക്ഷണ ഉപഗ്രഹങ്ങൾ 5 മംഗൾയാനിലെ നിരീക്ഷണ ഉപഗ്രഹങ്ങൾ 5. ഓർത്തിരിക്കുക, മംഗൾയാനിലെ നിരീക്ഷണ ഉപഗ്രഹങ്ങൾ 5. ചൊവ്വ പര്യവേഷണത്തിന് ഇന്ത്യയെ സഹായിച്ച രാജ്യം ഏത് എന്ന് ചോദിച്ചാൽ ഫിജിയാണ്. ചൊവ്വ പര്യവേഷണത്തിന് ഇന്ത്യയെ സഹായിച്ച രാജ്യം ഫിജി. ഓർത്തിരിക്കുക, ചൊവ്വ പര്യവേഷണ ദൗത്യത്തിന് ഇന്ത്യയെ സഹായിച്ച രാജ്യം ഫിജി. മാർസ് ഓർബിറ്റൽ മിഷൻ അഥവാ MOM, മംഗൾയാൻ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് മാസ് ഓർബിറ്റൽ മിഷൻ അഥവാ MOM. മാസ് ഓർബിറ്റൽ മിഷൻ അഥവാ MOM മംഗൾയാൻ അറിയപ്പെടുന്ന മറ്റൊരു പേര്. മംഗൾയാൻ വിക്ഷേപണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരുടെ പേരുകളാണ് ഈ പറയുന്നത്. ആ സമയത്ത് ISRO ചെയർമാൻ K. രാധാകൃഷ്ണൻ, പ്രോഗ്രാം ഡയറക്ടർ M. അണ്ണാദുരൈ, പ്രൊജക്ട് ഡയറക്ടർ S. അരുണൻ, വിക്ഷേപണ വാഹനമായ PSLV-XLന്റെ ഡയറക്ടർ P. കുഞ്ഞികൃഷ്ണൻ. പറഞ്ഞ പോയിന്റുകൾ ഒന്നുകൂടെ പറയാം. ISRO ചെയർമാൻ K. രാധാകൃഷ്ണൻ, പ്രോഗ്രാം ഡയറക്ടർ M. അണ്ണാദുരൈ, പ്രോജക്ട് ഡയറക്ടർ S. അരുണൻ, അതുപോലെ വിക്ഷേപണ വാഹനമായ PSLV-XLന്റെ ഡയറക്ടർ P. കുഞ്ഞികൃഷ്ണൻ. പ്രൊജക്ട് ഡയറക്ടർ S. അരുണനാണ്. അരുണെന്ന് ഞാൻ പറഞ്ഞു തോന്നുന്നു. പ്രൊജക്ട് ഡയറക്ടർ S. അരുണൻ, വിക്ഷേപണ വാഹനമായ PSLV-XLന്റെ ഡയറക്ടർ P. കുഞ്ഞികൃഷ്ണൻ. ISRO ചെയർമാൻ K. രാധാകൃഷ്ണൻ, പ്രോഗ്രാം ഡയറക്ടർ M. അണ്ണാദുരൈ, പ്രൊജക്ട് ഡയറക്ടർ S. അരുണൻ, വിക്ഷേപണ വാഹനമായ PSLV-XLന്റെ ഡയറക്ടർ P. കുഞ്ഞികൃഷ്ണൻ. ISROയുടെ കീഴിലുള്ള മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന പദ്ധതികൾ നടപ്പിലാക്കുന്ന സ്ഥാപനമാണ് ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെന്റർ. ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെന്റർ ISROയുടെ കീഴിലുള്ള മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന പദ്ധതികൾ നടപ്പിലാക്കുന്ന സ്ഥാപനമാണ് ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെന്റർ. ഗഗൻയാൻ പദ്ധതിയുടെ ചുമതലയും ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെന്ററിനാണ്. ഗഗൻയാൻ പദ്ധതിയുടെ ചുമതലയും ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെന്ററിനാണ്. ഹെഡ് ക്വാർട്ടേഴ്സ് ബാംഗ്ലൂരാണ്. ഉദ്ഘാടനം ചെയ്തത് 2019 ജനുവരി 30. ഗഗൻയാനെ പറ്റിയുള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം. ആദ്യ ഭാഗത്തിൽ ഇത്രയും കാര്യങ്ങളെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. സെക്കൻഡ് പാർട്ട് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പം അതും മുഴുവനായിട്ട് കേട്ട് തന്നെ പഠിക്കുക. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.